മലയാളീസ് ഒരു 10-75ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല 40ഓളം കുടുംബം, മൊത്തം ഒരു 100 കുടുംബത്തിൻ്റെ ഇടയിൽ താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജാണ് ഈ മുറമ്പിലാവ് എന്ന് പറയുന്നത്. കയ്യിലിട്ട് കുത്തു. ഒരു നിമിഷം ഒരേ നിമിഷം സൈലൻസ്. ഉറുദി മൊഴി കൊഞ്ചം அப்படியே சொல்லிடுறேன். കൈ വെച്ച് சொல்லு. വഴിയൊക്കെ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക മഴക്കാലത്ത്? ഉണ്ടോ? കഴിഞ്ഞു. മുറമ്പിലാവേർക്ക് ഇല്ല മീൻ. 1-2 കുടുംബങ്ങൾക്ക് ഇന്ന് മീൻ കിട്ടും. ബാക്കി ശ്മശാന മൂകതയാണ് കേട്ടോ അവിടെ. ഇന്നത്തെ നമ്മുടെ റൈഡ് കോടാലിപ്പാടി എന്ന് കേട്ടിട്ടുണ്ടോ? ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോണത്. കോടാലിപ്പാടി ആരും കാണാൻ സാധ്യതയില്ല, കേൾക്കാൻ പോലും സാധ്യതയില്ല. ഈ പരിസരത്തുള്ള അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് മാത്രം ചിലപ്പം പരിചയം ഉണ്ടാവും. പക്ഷേ പുറത്തുനിന്നുള്ളവർക്കൊക്കെ അത് ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും കോടാലിപ്പാടി. ഒരു റിമോട്ട് ഏരിയയാണ്. തൊട്ടടുത്തായിട്ടൊന്നും മറ്റ് ഗ്രാമങ്ങളൊന്നും ഇല്ല ഒരു ഹെൽപ്പിനൊന്നും. അങ്ങനെ കുറച്ച് വിട്ട് നിൽക്കണ കുറച്ച് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ളൊരു ഇതാണ്. കുറച്ച് പാടികൾ നിൽക്കുന്ന ഒരു സ്ഥലം. ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുണ്ട്, പിന്നെ പോയിട്ട് ഇപ്പോൾ നമ്മളൊരു വ്ളോഗിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുത്തെ അവസ്ഥകളൊന്നും നമുക്കൊരു പരിചയമില്ല. എന്തായാലും പുറപ്പെട്ടു. നല്ല സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇത് മെയിൻ സ്ഥലത്തേക്ക് പോകുന്ന റോഡ്, അതായത് 3 ഡിവിഷൻസ് പോകുന്ന റോഡ്. ഇവിടെ എത്തുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. ഈ റോഡിനാണ് അങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, ഒരു ഇത് ഷെഡ് ഉണ്ടാവും, മറ്റേ തേയില തൂക്കുന്ന. ഈ റോഡിന് പോയിട്ട് കുറച്ചുള്ളിലേക്ക് പോകണം. ചെറുതാവുന്ന സമയത്ത്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരിക്കൽ ഇതുവഴി വന്നിട്ടുണ്ട്. എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു അബദ്ധത്തിൽ വന്നതാണ്, ആക്സിഡൻ്റലി വന്നതാണ്. 3 ഡിവിഷനിലേക്ക് ജീപ്പിലാണ് അന്നല്ലാതെ യാത്ര ചെയ്യുക. അന്ന് 3 ഡിവിഷനിലേക്ക് പോകുമ്പോൾ ഈ കോടാലിപ്പാടി ഭാഗത്തുള്ള ഏതൊരു കച്ചവടക്കാരൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു. അയാൾക്കൊരു കുറേ സാധനങ്ങൾ വണ്ടിയിൽ ചരക്ക് കയറ്റിയിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി അവിടെ ചെന്ന് ഇറക്കിയിട്ട് തിരിച്ചു വരുള്ളൂ, വണ്ടി എല്ലാവരും വണ്ടി തന്നെ ഇരിക്കണം എന്ന് ജീപ്പ് ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വണ്ടി തന്നെ ആയിരുന്നു. കോടാലിപ്പാടി കൊണ്ടുപോയി ആ സാധനങ്ങൾ ഇറക്കിയിട്ട് മടങ്ങി വരുന്നവരെ ആ ജീപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കോടാലിപ്പാടി കണ്ടു. പക്ഷെ അന്ന് നമ്മൾ വളരെ ചെറുതായിരുന്ന സമയത്ത് കൊണ്ടൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല. ഇന്നും അറിയൊന്നുമില്ല. പക്ഷെ വഴിയൊക്കെ കണ്ടോ, വീതിയൊന്നുമില്ല, വണ്ടിയൊന്നും പോകാറില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ താമസക്കാരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആനപ്പിണ്ടം മാത്രമുണ്ട് റോട്ടിൽ. പോയി നോക്കാം. പശുവാണ്, ഞാൻ പേടിച്ചു. ശ്മശാന മൂകതയാണ് കേട്ടോ അവിടെ. ഇവിടുത്തെ അവസ്ഥകളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നോ? ഇവിടെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ.
അവിടെല്ലാം ഒഴിവാക്കി പോയെന്ന് തോന്നുന്നു ആൾക്കാർ. പോയി നോക്കാൻ വഴിയുടെ ആള് നടന്നുകൊണ്ടല്ലോ, ചോദിച്ചു നോക്കാം. കോടാലിപ്പാടി പോകാൻ പറ്റുമോ? ഹീറോടാ ഇങ്ങനെ പോയാൽ മതിയോ? ഓക്കെ. ഓരോരാളായിട്ട് നടന്നുകൊണ്ട് എന്തോ പറയണ്ട ആള്, എന്തോ പറഞ്ഞു ഞാൻ കേട്ടില്ല. ഇവിടെ നാളെ നടമാട്ടം തീരെ ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. പിന്നെ അത്ര ഭയാനകത പ്രതീക്ഷിച്ചില്ല. എന്താ അവസ്ഥ അല്ലേ? മൊത്തം ആനക്കാടാണ്. പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ അല്ലേ റൂട്ട് തെറ്റിയോ? ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വന്നു. അപ്പോൾ അങ്ങോട്ട് ഒന്നും കാണുന്നില്ല. ഞാൻ അവിടെ ഒരാളെ കണ്ടിരുന്നു, പക്ഷെ അയാളങ്ങനെ പോയി. അയാളെന്തോ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടില്ല. കുറേ ദൂരം നിന്ന് ആദിവാസി എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരാളും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം റോഡിൽ നമ്മൾ പോകുമ്പോൾ ഹൈറ്റിന് പുല്ല് നിൽക്കുക. പിന്നെ ഈ ചായച്ചെടികളൊന്നും പിന്നെ അവിടെ ചായ എടുക്കാത്തതുകൊണ്ട് ചായച്ചെടിക്ക് ഭയങ്കര ഹൈറ്റാണ്. മൊത്തം ആനപ്പിണ്ടം നല്ല മണം. അപ്പോൾ എനിക്കൊരു പേടി, ഒറ്റയ്ക്ക് പോകും. അപ്പോൾ ശരി, ഞാനവിടെ ഇങ്ങോട്ട് മടങ്ങി വന്നതാണ്. ഇവിടുന്ന് ആരെങ്കിലും കണ്ടിട്ട് അവിടുത്തെ അവസ്ഥകളെന്താണെന്ന് അറിഞ്ഞിട്ട് പോകാം. കാരണം ഫുൾ ടൈം ആനകളാണ്. ഈ മെയിൻ റോഡിൽ തന്നെ, ഈ റോട്ടിൽ തന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷക്കാരൊന്നും വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു ചോദിച്ചുമ്പോൾ അവിടുന്ന് ആ ഭാഗത്തു നിന്നാണ് അത്ര ഇങ്ങോട്ട് വൈകുന്നേരം സമയത്ത് ആനകളൊക്കെ കയറി വരാറ്. അപ്പോൾ അവിടെ ആൾതാമസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഒന്ന് ഇങ്ങോട്ട് വന്നു, പോയി പെടേണ്ട അറിയാണ്ട് ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം പോകാൻ പറ്റുമെന്നുള്ളത് ആദ്യം അന്വേഷിച്ചിട്ട് പോകാം നമുക്ക്. കുറേ നേരമായി നിൽക്കുന്നത്. ഇതിലൂടെ തന്നെ ആരും വരുന്നതാണല്ല. 1-2 ബൈക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. റോഡ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പണ്ട് പോയ ഓർമ്മയ്ക്ക് അങ്ങോട്ട് പോയതാണ്. മുന്നോട്ട് പോയി കുറേ ചെന്നൊരു വളവ് കയറി കുറച്ച് അപ്പുറത്തേക്ക് പോകുന്നതോട് കൂടി ഫുള്ള് മൂടൽ, ഒന്നും കാണുന്നില്ല. പക്ഷെ വീടുകളുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ആൾ താമസം ഉണ്ടോ അവിടെ എന്നുള്ളത് അന്വേഷിക്കാനാണ് അപ്പോൾ ഞാൻ തിരിച്ചു വന്നത്. കാരണം ആൾ താമസം അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചർ പ്ലേസ് തന്നെയാണ്. പക്ഷെ ഞാൻ അവിടെ റോട്ടിൽ കുറേ നേരം നിന്നിട്ട് ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ശരി ഇങ്ങോട്ട് മടങ്ങി വന്നിട്ട് ഇപ്പുറത്ത് 2 കിലോമീറ്റർ ഇപ്പുറത്ത് 3 നമ്പറിൽ വന്ന് ഇവിടെ ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ ആൾക്കാരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഒരാൾ പോലും താമസിക്കുന്നില്ല അത്രേ. ഭയങ്കര ഡേഞ്ചർ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആനകൾ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ രാവിലെ ഈ സമയത്ത് ഇവിടെ ആന ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓടിച്ചു വിട്ടപ്പോൾ അത് അങ്ങോട്ടാണ് ആ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. തിരിച്ചു വന്നത് നന്നായി, അറിയാണ്ട് പോകാത്തത് നന്നായി എന്ന് പറഞ്ഞു. ശരിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു. ഇനിയിപ്പോൾ അവിടുത്തെ താമസം ഒഴിവാക്കിയിട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ കുറേ പേര് ഉണ്ട്. പക്ഷെ ഇന്ന് ആരും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെ സംഘടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരാളെ കൂട്ടിയിട്ട് പോകാം. അവർ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലമല്ലേ, അവരെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് മരമ്പിലാവ് എന്ന് പറഞ്ഞ മറ്റൊരു വില്ലേജിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് പുറപ്പെടാം. ഇത് ഇവിടുത്തെ മസ്റ്റർ എന്ന് പറയും. ഈ തൊഴിലാളികൾ രാവിലെ വന്നിട്ട് സൈൻ ചെയ്തിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്, അതൊക്കെ വർക്കിംഗ് ആണെന്നുള്ളറിയില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പോകേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളിലേക്ക് റോഡ് പോകുന്നുണ്ട്. ആ റോഡിന് എത്ര പോകണം എന്നുള്ളത് എനിക്കറിയില്ല. ആ വഴിക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശമുണ്ട്, നമുക്കിന്ന് അത് പോയി കാണാം. നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്, പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കോടാലിപ്പാടി ഇറ്റ്സ് സോ എക്സൈറ്റഡ്. അവിടുത്തെ ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ പോവും അവിടേക്ക്.
കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല, അവിടെ ചെന്ന് കാണാനേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ കഥകളൊക്കെ അറിയണമെങ്കിൽ നമ്മളവിടെ പിന്നെ ഒന്ന് അവിടുന്ന് അറിയുന്ന ഒരാളവിടെ താമസിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ ഒരാളെ കൂട്ടിയിട്ട് വേണം പോകാൻ. അത് നമുക്ക് നെക്സ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് പോവാം. ഇപ്പം നമ്മൾ പോണത് മരമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഇവിടുന്ന് ഏകദേശം അടുത്തന്നെയാണ് കോടാലിപ്പാടി, മരമ്പിലാവ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല, വഴി ഉണ്ടാവില്ല. ഈ നമ്മൾ നേരത്തെ പോയി മടങ്ങി വന്ന റോഡ് തന്നെയാണ് അങ്ങോട്ട് വണ്ടിയൊക്കെ പോകാനുള്ള ഒരു വഴി. ഇവിടെ രാവിലെ ആനകൾ ഉണ്ടായിരുന്നത്, അപ്പോൾ ഇവിടെ പിന്നെ അത് സ്ഥിരമാണ്. പക്ഷേ ഇവിടെ നിന്ന് കയറ്റി വിട്ട ആന മുകളിൽ കയറി അപ്പുറത്തേക്ക് ഇറങ്ങി അവിടെ അങ്ങനെ കാണും. നമ്മൾ പോയ വഴിയിൽ ഉണ്ടാവും എന്നാണ് അവിടുന്ന് പറഞ്ഞത്. തിരിച്ചു വന്നത് നന്നായി എന്ന് പറഞ്ഞു കൊടുത്ത ആളുകൾ. അങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ മരമ്പിലാവ് എന്നൊരാശയം ഉള്ളിലുണ്ടായത്. ഓക്കെ, ഇയാളാണെന്ന് തോന്നുന്നു ഞാൻ അവിടുന്ന് വഴി ചോദിച്ചത്. പശുക്കളെ മേയ്ക്കുന്ന ആളുകൾ മാത്രമേ ആ വഴിക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ നല്ല പരിചയമായിരിക്കും. ആനിമൽസ് ഉണ്ടെങ്കിലും അവർക്കറിയാം മഴ പെയ്യുണ്ട്. ഓക്കെ, ഇവിടെ അത്യാവശ്യം കുറച്ച് കാൽ നടമാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. ഓ യാ, ഓ ഇതാണോ മരമ്പിലാവ്? ഒന്ന് കാണണല്ലോ. ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോയാലാണ് മരമ്പിലാവ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ട്രൈബൽ കോളനിയൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. മഴ നല്ല സ്ട്രോങ് ആയല്ലോ, വെള്ളം ഒഴുകി വരുന്നുണ്ട് അവിടെ. നമ്മളിവിടെ പോവാം. പട്ടികളില്ലായിരുന്നു മതിയായിരുന്നു. അയ്യോ മഴ. ഞാൻ മഴ ചെയ്തപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നു. ഇതൊരു ട്രൈബൽ കോളനിയാണ്. ഇവിടെ തുടക്കത്തിൽ തന്നെ ഇവിടെ ആരും കാണാനില്ല. അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കുറച്ച് വീടുകളുണ്ട്. ഇതോ ഇത് ശക്തി മസാല ബിരിയാണിയിലിടൂലേ? അതെ, ബിരിയാണി മസാലയാണത്. ആരുമില്ല വീട്ടില്? മകനോ? ആ ശരി. നിങ്ങൾ എന്താണ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ? എന്നാ ബിരിയാണി എന്നിട്ട് പോകല്ലേ? ഏതായാലും വന്നാൽ കറി വെക്കാൻ. ശരി. കറണ്ട് ഇല്ല? കറണ്ട് ഇല്ലായിട്ടാണോ അതോ കറണ്ട് പോയതല്ലേ? കണക്ഷനൊക്കെ ഉണ്ട്, കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് അല്ലേ? വീടിൻ്റെ ഉള്ളിലൊരു ഇരുട്ടാണല്ലോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന മോനും നിങ്ങളോ? പണിക്ക് പോയിക്കാ? എന്ത് പണിക്കാ പോകുന്നു? വരുമോ? എന്നിട്ട് കുറെ ആൾക്കാർ താമസിക്കണ്ടോ ആ ഭാഗത്തേക്ക്? കുറെ പേരുണ്ടോ? ആ, മുറുക്കാൻ കുത്തുന്ന ഒടിഞ്ഞു പോയല്ലോ ഇവിടെ. ശരി, എന്നാ കുത്തി നോക്കാലോ. നിങ്ങളെങ്ങനെ മുറുക്കണമെന്ന് എനിക്ക് കാണണമല്ലോ. അതിലെന്താ ഉള്ളത്? ഇടയ്ക്ക് വെറ്റില, പാക്ക്, ചുണ്ണാമ്പൊക്കെ ഉണ്ടാവും അല്ലേ? ഞാൻ ഇപ്പൊ മരമ്പിലാവ് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കുമ്പോ മഴ പെയ്തു. അപ്പൊ ഏതായാലും നിങ്ങളൊന്ന് കാണാനായല്ലോ. അടക്കയിലിട്ട് കുത്തും. പുറത്തെടുത്തിട്ട് കുത്തണം. പഴുത്തതല്ലേ? അമ്മയുടെ പേര് തുള്ളിത്തുള്ളി അല്ലേ? കുള്ളി. ആ, കുള്ളി എന്നാണ് ചേച്ചിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് കുറച്ച് വീടുകൾ കൂടെ ഉണ്ട്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പോൾ വരാം കേട്ടോ. ഇപ്പോൾ ഇവർക്ക് ഫുട്പാത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൈക്കുണ്ട്. ഇവിടെ അധികം ആൾക്കാരൊന്നും താമസിക്കുന്നില്ല, കുറച്ച് പേര് മാത്രം താമസിക്കുന്ന സ്ഥലം.
ചോലവെള്ളം വീഴുന്നുണ്ടോ അതുകൊണ്ടോ വീടിൻ്റെ മുമ്പിലേക്ക് പ്ലാസ്റ്റിക് ഇതും വെള്ളം വന്ന് വീണുകൊണ്ടേയിരിക്കും. നമ്മൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് തെറ്റി. നമ്മൾ മരമ്പിലാവ് എന്ന് പറഞ്ഞത് മുറമ്പിലാവാണ്. ഇതാണ് ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ചന്തു. ചന്തു ചേട്ടനുണ്ട്. ചന്തു ചേട്ടന് ഇന്നെന്താ ഇങ്ങനെ തണുപ്പായിട്ട്? ഇല്ല, പണിക്കൊന്നും പോയിട്ടില്ല. സുഖല്ലേ? എന്താ പറ്റി? ഊരൊക്കെ വേദനയായിട്ട്. ആ ശരി. എന്താ എവിടെ പണിക്ക് എസ്റ്റേറ്റിലോ അതോ പുറത്ത് കൃഷിപ്പണിക്ക് പോകും അല്ലേ? എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കാർത്തിക് ആൻഡ് പേര് മറന്നു. ചന്തു. രണ്ടാളെ കണ്ടു. അവരെ നിങ്ങളെ വീടാ? അത് കാർത്തിക്കിൻ്റെ വീടും ഇത് ചന്തുവിൻ്റെ വീടുമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കും കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നല്ല വെള്ളത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലായിടത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പുറത്തേക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ വീടുകളുണ്ട്. എന്താണ് ഈ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കെട്ടി പ്ലാസ്റ്റിക് കെട്ടി മഴ മഴ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ? ഈ വെള്ളം 24 hour വരുന്ന? 24 hour വെള്ളം വന്നോണ്ടിരിക്കും അല്ലേ? നീ എന്ത് ചെയ്യണേ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞോ? എവിടെ? ഇവിടെ ഗൂഡല്ലൂർ കോളേജിൽ. ഡിഗ്രി കഴിഞ്ഞോ? അത് ശരി. അത് ഫൈനൽ ഇയർ കഴിഞ്ഞു. UG ഇനി നെക്സ്റ്റ് PG പോകണ്ടോ? PG ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഡ്രൈവിംഗിലാണ് അധികം ഇൻട്രസ്റ്റ്. ഡ്രൈവിംഗിൽ എന്ത് ഇൻട്രസ്റ്റാണ്? ഡ്രൈവിംഗൊക്കെ എപ്പോഴെങ്കിലും പഠിക്കൂടെ? എഡ്യൂക്കേഷൻ ഇതാക്കാൻ നോക്കും. മാങ്ങ പഴുത്തണോ? പഴുത്തുണ്ടോ? എവിടെ ഉണ്ട്? ആ മരത്തിൽ കയറണ്ടേ? ഇറക്കി പറക്കണം. നല്ല നാച്ചുറായിട്ടുള്ള മാങ്ങാണ് കേട്ടോ അവിടെ. ഒംബ്ലിമാസ്. ഇതിനെന്താ പറയാ സാധനത്തിന്? ബബ്ലി മൂസ്. അതന്നെ ബബ്ലി മാസ് പലതും പറയും. ഞാൻ അതന്നെ ആണോന്ന് എനിക്കൊരു ഡൗട്ട്. അതന്നെ അല്ലേ? മാങ്ങ പഴുത്ത കിട്ടാൻ ഒരു മാർഗമല്ലേ? ആന മാങ്ങയൊക്കെ ഒന്ന് പറിക്കുവോ? അത് ശരി. ഇന്നലെ വന്നിരുന്നു അല്ലേ? രാത്രിയില്ല? അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് 2-3-4 വീട് കൂടെ ഉണ്ട് കേട്ടോ. മഴ കൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് മുറമ്പിലാവിൻ്റെ മെയിൻ ഏരിയയിലേക്ക് പോകാം. നമുക്ക് മുറമ്പിലാവിലത്തെ ഒരു ചായക്കട കാണാം. ചായക്കട പൂട്ടി, ആളില്ലല്ലോ. ഇത് ഇവിടുത്തെ ചായക്കടയാണ്. പക്ഷേ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഈ ഉച്ച സമയത്ത് ചിലപ്പോൾ എല്ലാവരും കൂട്ടി പോകണമായിരിക്കും. പത്രമൊക്കെ ഉണ്ട് കേട്ടോ. മലയാള മുന്നോരമ. ശരി, ഇവിടെ ആരുമില്ല. നമുക്ക് ഇതിൻ്റെ അടുത്ത ഏരിയയിലോട്ട് പോകാം. വീടുകളുടെ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് മുറമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രധാന സെൻറ്റർ, മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ ഒരു കടയല്ലേ ഉള്ളൂ. ഈ ഒരു കടയേ ഉള്ളൂ. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു കട ഉണ്ടല്ലോ, അവിടെ ഒരു ചായക്കടയാണല്ലോ അല്ലേ? ചായക്കടയാണ്. അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ. പിന്നെ ഇവിടെ നമുക്കൊരു സ്കൂളുണ്ട്. ഒറ്റൊരു കെട്ടിടം മാത്രമേ ഉള്ളൂ ഈ സ്കൂളിൽ. അതിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ട്രെങ്ത്തൊക്കെ വളരെ കുറവാണ് അത്രേ. കുറച്ച് ട്രൈബൽ കുട്ടികളും പിന്നെ ഇവിടെ സാധാരണ മലയാളീസ് ഒരു 10-75ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, 40ഓളം കുടുംബം. മൊത്തം ഒരു 100 കുടുംബത്തിൻ്റെ ഇടയിൽ താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജാണ് ഈ മുറമ്പിലാവ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളും ട്രൈബൽ കോളനിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും സ്കൂളിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാൻ പറ്റും നോക്കാം. ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഉണ്ടല്ലേ? ഈ അടിപൊളി ഗ്രൗണ്ടാണ് ഇത്. സ്കൂളിനും ഇവിടുത്തെ പ്ലെയേഴ്സിനും ഒക്കെ പാടായിട്ടുള്ള ഒരു ഇതാണ്. ഈ ഒരൊറ്റ ബിൽഡിങ്ങുള്ള സ്കൂളിന് ഊറാட்சி ஒன்றிய தொடக்கப்பள்ளி മുറമ്പിലാവ് ഒറുങ്കിണൈந்த പള്ളിക്കൽവി നീലഗിരി മാവട്ടം. ഒരൊറ്റ ബിൽഡിങ്ങും അതിൻ്റെ അപ്പുറത്തൊരു അതിൻ്റെ ഒരു അസിസ്റ്റ് ചെയ്യണ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. എന്താണെന്നറിയില്ല. നല്ലൊരു മരമുണ്ട്, അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്കൂളാണ്. സ്കൂൾ കെട്ടിടം ഈ ഒരൊറ്റ ബിൽഡിങ്ങാണ്. അവിടെ കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 2 അധ്യാപകർ മാത്രമേ ഉള്ളൂ. ഒരു സാറുണ്ട്. സാറെ ഒന്ന് കാണാം. സാർ വണക്കം സാർ. ഉங்கள் நேம்?
வீரபத்ரன். வீரபத்ரன். நீங்கள் இதே ஊரா இல்லை வெளியூரில் இருந்து? கூடலூர் சார். கூடலூருங்களா? சரி, உங்கள் ஸ்கூல் பற்றி கொஞ்சம் சுருக்கமாக கொஞ்சம் எத்தனை ஸ்ட்ரென்த்து என்ன தூரம்? நம்ம ஸ்கூலு கூடலூர். கூடலூரில் வந்து முரம்பிலாவு ஸ்கூலு. முரம்பிலாவு. இது 1 to 5th வரைக்கும் ஸ்கூலு. 1 to 5th வரைக்கும் ஸ்கூல் இருக்குது. ஸ்ட்ரென்த் வந்து 23 இருக்குது. குழந்தைங்க கம்மியாக தான் இருக்குல்ல? போன வருஷம் வரைக்கும் 34 இருந்தாங்க. இப்போ கம்மியாகிடுச்சு. 5th வந்து 12 பேர் வெளியே போயிட்டாங்களா. ஓகே ஓகே. அதனால இருக்குது. இப்போ வந்து 2 பேரும் ரெண்டு ஸ்டாஃபு, நானும் ஹெச்எம் சார் இன்னைக்கு தான் ட்ரான்ஸ்ஃபர் வாங்கி ரிலீவ் ஆகி போய் அதை நம்ம வரும்போது வண்டியில் அவர் ஹெச்எம்மா? அவர் ஹெச்எம் வேறு ஸ்கூல் போயிட்டாரு. அவர் பிதர்காடு போயிருக்காங்க. ஓகே ஓகே. உங்கள் நேம் என்ன சொன்னீங்க? வீரபத்ரன். ஓகே, தேங்க்யூ சார். கொஞ்சம் அப்படியே ஸ்கூல் அப்படியே கொஞ்சம். ஸோ இது கிளாஸ் ரூமா? இது 2 கிளாஸ் ரூம் சார். ரெண்டு கிளாஸ் ரூம்ல ഇതൊരു ക്ലാസ് 1 to 5th 4th 5th இங்கே 4th 1 to 3rd அங்கே. ஓகே ஓகே ஓகே. சார் வந்தாரா, அவர் இப்போ தான் ரிலீவ் போயிட்டாரா, எல்லாமே கம்ப்யூட்டர் பேசுறானே அவர் போனது எல்லாத்தையும் அப்டேட் பண்ணுவோம். உங்களுக்கு வேலை ஆயிடுச்சு. ഇപ്പോൾ ഇവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആണല്ലേ? പിന്നെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ടീച്ചറും കൂടെ ഉണ്ട്. നല്ല സ്മാർട്ട് ബോയാണ് കേട്ടോ. 1ാം ക്ലാസ് പഠിക്കണം, ലീഡ് ചെയ്യണം ക്ലാസ്സിന്. എവിടെയാ உறுதிமொழி சொல்லுவான். தான் படிக்கிறான். டிவியில் காமிக்கலாம். சரி, என்ன என்ன சொல்லுவான்? உறுதிமொழி சொல்லுவான். உறுதிமொழி. அன்னைக்கு உறுதிமொழி கொஞ்சம் சொல்ல அப்படியே. சங்கரே புக்கு கொடு. இந்தியா அங்க பாரு. இந்தியர் ஒரு நிமிஷம் ஒரே நிமிஷம் சைலன்ஸ். உறுதிமொழி கொஞ்சம் அப்படியே சொல்லிடுறேன். கை வச்சு சொல்லு. எனது நாடு இங்கே பார்த்து என்னுடன் பிறந்தவர்கள் எந்நாட்டை நான் பெரிதும் நேசிக்கிறேன். இந்த அவன் பெருமைக்காகவும் பன்முக மரத்து சிறப்புக்காகவும் நான் பெருமிதம் அடைக்கிறேன். இந்த நாட்டின் பெருமைக்கு தகுந்து விளங்கி என்றும் பாடுபடும் என்னுடைய பெற்றோர் ஆசிரியர்கள் எனக்கு வயதின் மூத்த அனைவரையும் மதிப்பேன். எல்லாரிடம் அன்பு மரியாதை காட்டுவேன். என் நாட்டிற்கு என் மக்களுக்கு பேத்திட முனைந்து நிற்பேன். அவர்கள் நலமும் வளமும் பருவத்திலே தான் என்று மகிழ்ச்சி பார்ப்பேன் என்று உளமாற உறுதி கூறுகிறேன். வெரி குட் ஸ்மார்ட் பாய். கீப் தப். எதை சொன்னாலும் படிப்பான். இங்க இருக்காங்க நிறைய பிரில்லியன்ட் பிள்ளைங்களே இருக்காங்க. சஃபானா நல்லா இருக்காங்க. படிக்கிறாங்களா? நல்லா படிப்பாங்க. சரி, ஓகே, ரைட்டு. ஸ்கூல் கொஞ்சம் உள்ளியெல்லாம் இருக்கு. இதெல்லாம் குழந்தைங்க பண்ணுறது இல்லை? நாங்கள் பண்ணி வச்சுருக்கோம் சார். அப்படிங்களா? சரிங்க சார். எல்லாமே புதுசு இல்லை, இன்னும் எடுத்து ஒரு ஸ்கீம் போட்டுருக்காங்க. ரைட். மழை வச்சு எல்லாமே நனைஞ்சு போச்சு. இது ஈரம் இல்லை. இனி நமக்கு இது நெட் கனெக்ஷன் கொடுத்துட்டாங்க. நெக்ஸ்ட் வீக் இல்லை நெக்ஸ்ட் மந்த்தில் வந்து நமக்கு ஸ்மார்ட் போர்டு அது வரும்ல. ஓகே ஓகே. லேப்டாப்பு எல்லாம் கொடுத்துட்டாங்க. கொஞ்சம் இதாக இனிமேல் நீங்கள் தான் இன்சார்ஜ் இல்லை? வந்துடுவாங்க சார். வேற ஆள் எடுத்திருக்காரு. அவர் வந்து வர்றதுக்கு இன்னும் 2 நாள் ஆகும். 7 நாள் வரைக்கும் டைம் இருக்கா? எப்போ வேணாலும் வந்து ஜாயின் பண்ணுவாங்க. பொண்ணா? ரைட். അപ്പോൾ സാറ് മോള് ഡിസ്ട്രിക്ട് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. എന്താ സ്കൂൾ? ഫാത്തിമ കോൺവെന്റ്. അപ്പോൾ നമ്മൾ വിജയ് കൊടുത്തിരുന്നല്ലോ ഒരു അതിലൊക്കെ പോയി പങ്കെടുത്ത് டிஸ்ட்ரிக்ட் ஃபர்ஸ்ட் யூடியூப்லலாம் போட்டிருந்தாங்க. இது ஃபாத்திமால ஃபஸ்ட்டு. அப்புறம் இது வந்து இது பண்ணுறதுக்காக கங்க்ராட்ஸ் பண்ணுறதுக்காக இது பேப்பரில் வந்தது. இது 10th பொண்ணு. இப்போ 10th டிஸ்ட்ரிக்ட் ஃபஸ்ட்டு இதே ஸ்கூல் தான். இது வந்து விஜய் அவங்க வந்து ஆனர் பண்ணது, வீட்டுக்கு வந்து ஆனர் பண்ணது. அப்புறம் அவங்க ஃப்ளக்ஸ் வச்சுருந்தாங்க. இது வந்து செம்மனூர்
ஊட்டி செம்மனூரில் பாப்பாவுக்கு கிஃப்ட் கொடுத்தாங்க. அதுக்கப்புறம் இங்கே விஜய் இது வந்து இந்த வியாபாரிகள் சங்கம் இருக்குல்ல சார், அதில் கொடுத்தது. டிஎஸ்பி இப்போ இருக்கிற வசந்தகுமார் அப்படின்னு சொல்லிட்டு அவர் ஆனர் பண்ணியிருந்தார். அப்புறம் இது விஜயோட அவார்டு இது பேப்பர்லாம் வந்தது. அவார்டு வாங்கின ஃபோட்டோவை இங்கே இருக்குது, எடுத்துக்கணும். ஸ்க்ரீன்ஷாட் வச்சு எடுங்க சார். பாப்பா டேரக்டாக அங்கே போய் கலந்துச்சுல அவார்டு வாங்கி. ரொம்ப நன்றி. சரி, ஓகே, போயிட்டு வரேன் സാർ. താങ്ക് യു. അല്ല പരവായില്ല. അപ്പോൾ നമ്മൾ സാറ് കുറേ ഇൻഫർമേഷനൊക്കെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതായത് ഇവിടെ സ്ട്രെങ്ത്ത് വളരെ കുറവാണെന്നുള്ളതാണ്. ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്ട്രെങ്ത്ത് വെറും 20 ഉള്ളൂ. ഈ വർഷത്തെ അഡ്മിഷനൊക്കെ വെറും 2 കുട്ടികളെങ്ങാണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്മിഷൻ ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ കുട്ടികളൊക്കെ ചേർത്തുകയാണെങ്കിൽ അവർ സ്കൂൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവർക്കൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ ഒരു ഡിസപ്പോയിൻറ്റ് ആണൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവർ ചെയ്ത വർക്കുകൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ മുറമ്പിലാവിലുള്ള ഏക കടൻ്റെ അവിടേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മുറമ്പിലാവിലുള്ള ഏക കട. ഇത് നമ്മൾ കടൻ്റെ ആൾക്കാരാണ്. ഇത് കൂടെ താഴേക്ക് വഴിയുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വീടുകൾ അങ്ങനെ കിടക്കുന്നു. ഇനി ഈ റോഡ് നേരെ പോകുന്നത് കോട്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കോട്ടക്കടവ് ഇവിടുന്ന് അടുത്താണ്. അങ്ങോട്ട് അത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻഡായി. അതാണ് നമ്മളിവിടെ ഈ പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ കറുപ്പ് കൊടി കിട്ടി വെച്ചിട്ടുണ്ടാവുന്നല്ലേ. എല്ലാ കടകളുടെ മുമ്പിലും ഉണ്ടാവും. കൂടുതലും ടൗണിലായാലും ഉണ്ടാവും. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എലിഫൻറ്റ് കോറിഡോറായിട്ട് കുറേ സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനകളുടെ വഴിത്താരകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സ്ഥലമൊക്കെ ഈ മുറമ്പിലാവ് കയ്യിൽ പെടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അതിൻ്റെ പ്രതിഷേധം, ഇവിടെ നിന്ന് മാത്രമല്ല ഈ താലൂക്ക് മൊത്തം ഉണ്ട്, എല്ലാ ജനങ്ങളും പ്രതിഷേധമായിട്ട് ആ ഏരിയകളിലൊക്കെ ഉള്ള കടകളിലും മറ്റൊക്കെ ഇങ്ങനെ കറുപ്പ് കൊടി വീടുകൾക്കും കടകൾക്കും ഒക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും കാണാം. ഓഫ് റോഡ് പോയാലും ഇതുവരെ പോകും. കോട്ടക്കടവ് പിന്നെ അട്ടി പോവാം. അട്ടിക്ക് പറഞ്ഞാലും 3 നമ്പർ അട്ടിക്കല്ലേ. വണ്ടിയിട്ട് നേരെ പോകാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് മണ്ണ് റോഡായിരിക്കും അല്ലേ. കോട്ടക്കടവ് മുറൻപിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാനുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല വിസ്താരമുള്ള സ്ഥലമാണ്. വീടുകളുണ്ട് അവിടെ കയറ്റി ഒറ്റപ്പെട്ട വീടുകളുണ്ട്. അവിടെ ഒരു വീട് ഉണ്ടോ, മീൻകാരൻ വരുന്നുണ്ട്. നമുക്ക് മീൻകാരനെ കാണാം. മീൻകാരനത് മീൻകാരൻ ഫിഷ് എത്തിയിട്ടുണ്ട്. ആൾക്കാരൊന്നും വരാത്ത മീൻ മനസ്സിലായോ? ശരി. നിങ്ങളെ മെയിൻ റൂട്ട് ഇതാ എന്നും ഇത്ര നേരമായി മീൻ രാവിലെ നേരത്തെ എവിടുന്ന് വരുന്ന എടുത്തിട്ട് വരുന്ന എവിടുന്ന് നേരത്തെ വരണ്ടല്ലേ മീനൊക്കെ ശരിക്കും നേരത്തെ വരണം. എന്താ ചെയ്യാ, ഞങ്ങൾ ഏതായാലും ഇവിടെ എത്തിപ്പെടാനല്ലേ പാടെന്താണെന്നറിയോ. അല്ല വേറെ റൂട്ടുണ്ട് അവിടെ കച്ചവടം ചെയ്ത് അങ്ങനെ വരില്ല അല്ലേ? അതുകൊണ്ട് മീൻ കഴിഞ്ഞു. മുറമ്പിലാവേർക്ക് ഇല്ല മീൻ. 1-2 കുടുംബങ്ങൾക്ക് ഇന്ന് മീൻ കിട്ടും. ബാക്കിയുള്ള ആരും കാണാനില്ല, ഇന്നാരില്ല. ഇന്നലെ എല്ലാരും നിങ്ങൾ ഹോണടിക്കേ EP ഇല്ലേ? അപ്പോൾ നമ്മളിവിടെ നൗഷാദ് ഉണ്ട്. നൗഷാദ് ഇവിടെ തന്നെ അല്ലേ വീട്? നൗഷാദിൻ്റെ വീടുണ്ട്. നൗഷാദ് പറഞ്ഞു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. വഴിയൊക്കെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക മഴക്കാലത്ത്. നമ്മൾ രാവിലെ യാത്ര തിരിച്ചു വന്നല്ലോ, കോടാലിപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ കോടാലിപ്പാടിക്ക് കോടാലി എന്ന് പേര് വരാൻ കാരണം കോടാലി തറവാടുകാരുണ്ടായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. ആ കോടാലി തറവാടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഈ അവസ്ഥയിലാണ്. ഇവരൊരു 10-20 വർഷം മുമ്പ് തന്നെ ഇവിടുന്ന് താമസമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് പോയി. മരത്തിൻ്റെ മുകളിലത്തെ കണ്ടോ, അതാണ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അത് നമുക്ക് കയറാം. പക്ഷെ ഇപ്പം നമുക്ക് കയറാൻ കഴിയില്ല. എനിക്കെന്തായാലും കയറാൻ ധൈര്യമില്ല. നമ്മൾ പോയി മടങ്ങി എത്തി അല്ലേ. ഇടയിലൊന്ന് വീഴൊക്കെ ചെയ്തു. അട്ട
അട്ട കടിച്ചിട്ടുണ്ട്. അട്ട വലുത്. അപ്പോൾ അട്ട കടിച്ചാൽ നമ്മൾ അട്ടനെ പറിച്ച് കളയാൻ പാടില്ല. അല്ലെങ്കിൽ ഉപ്പോ മൂക്കുപ്പൊടി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇടണം.